നമസ്കാരം. INDA എന്ന പ്രതിപക്ഷ മുന്നണിക്കുള്ളിൽ സീറ്റ് വിഭജനം സംബന്ധിച്ചും അല്ലാതെയും തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് NCPയുടെ അധ്യക്ഷനായ ശരത് പവാർ. പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ സീറ്റ് വിഭജന ഫോർമുലകൾ എന്തുകൊണ്ട് പാളിപ്പോയി എന്നതിനെക്കുറിച്ചും അദ്ദേഹം വിശദമായി തന്നെ പറയുന്നുണ്ട്. നമുക്കറിയാം JDU, അതിനോടൊപ്പം SP, പിന്നീട് TMC, ആം ആദ്മി തുടങ്ങിയ പാർട്ടികളുമായി എല്ലാം INDA സഖ്യത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, കോൺഗ്രസിന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവർ അതത് സംസ്ഥാനങ്ങളിൽ സ്വന്തം നിലയ്ക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്നത്. മഹാരാഷ്ട്രയിലും ഇത്തരത്തിലൊന്ന് സംഭവിച്ചേക്കാം എന്നുള്ളതിന്റെ കൃത്യമായ സൂചനയാണ് ഇപ്പോൾ ശരത് പവാർ നൽകിക്കൊണ്ടിരിക്കുന്നത്. കാരണം മഹാരാഷ്ട്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖം എന്ന് പറയുന്നത് ഈ NCP തന്നെയായിരുന്നു. പക്ഷെ ആ NCPക്ക് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ വലിയ പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം അനന്തരവൻ അജിത് പവാർ തന്നെയാണ് NCPയുടെ ഒരു വലിയ കഷണം അടർത്തിക്കൊണ്ട് BJPയിലേക്ക് ചേക്കേറിയിരിക്കുന്നത്. അതിനോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുകയും ചെയ്തു, പാർട്ടിയുടെ ചിഹ്നവും പതാകയും ഉൾപ്പെടെ അജിത് പവാർ അവകാശപ്പെട്ടതാണ് എന്നും. ഇതൊക്കെ ശരത് പവാറിന് സമ്മാനിച്ച തിരിച്ചടികൾ ചെറുതായിരുന്നില്ല. എന്തായാലും പ്രതിപക്ഷം ഇനി ഒരിക്കലും അധികാരത്തിൽ വരാൻ പോകില്ല എന്ന് മറ്റാരെക്കാളും അറിയാവുന്നത് ശരത് പവാറിന് തന്നെയാണ്. കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ഒരു പൾസ് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്ന നേതാവ് തന്നെയാണ് ഈ ശരത് പവാറും. മുൻപ് BJPയിലേക്ക് പോയ അല്ലെങ്കിൽ NDA സഖ്യത്തിലേക്ക് പോയ നിതീഷ് കുമാറുമെല്ലാം. ഇവരെയൊക്കെ നിലപാടില്ലാത്തവർ അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടി കളം മാറ്റി ചവിട്ടുന്നവർ എന്നൊക്കെ പറയാമെങ്കിൽ പോലും ഈ മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾക്കെല്ലാം തന്നെ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ പാർട്ടിയുടെ നിലനിൽപ്പിനും അവരുടെ നിലനിൽപ്പിനും ഒക്കെ വേണ്ടി ഈ നേതാക്കൾ നിരന്തരം അഭിപ്രായങ്ങൾ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അജിത് പവാർ കാവിക്കൂടാരത്തിലേക്ക് പോയ സമയത്ത് ശരത് പവാർ ആശീർവദിച്ചാണ് അദ്ദേഹത്തെ വിട്ടത് എന്നതടക്കമുള്ള വാർത്തകൾ ആ സമയത്ത് പുറത്തു വന്നിരുന്നു. ആ അഭ്യൂഹങ്ങൾക്കൊക്കെ ആക്കം കൂട്ടുന്ന തരത്തിൽ മോദിക്കൊപ്പം ശരത് പവാർ വേദി പങ്കിടുകയും ചെയ്തിരുന്നു. മോദിയുമായും BJPയുമായും തനിക്ക് ശത്രുതയൊന്നും ഇല്ല എന്ന് പലവട്ടം തുറന്നു പറഞ്ഞിട്ടുള്ള നേതാവ് കൂടിയാണ് ഈ ശരത് പവാർ എന്ന് പറയുന്നത്. നിലവിൽ പുത്രി സ്നേഹം കൊണ്ട്, സുപ്രിയ സുളയോടുള്ള സ്നേഹം കൊണ്ട് ധൃതരാഷ്ട്രമായി മാറിയ പവാറിന് മകൾക്ക് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം എന്ന സ്വപ്നം മാത്രമേ ഇനി തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ബാക്കിയുള്ളൂ. അതാവട്ടെ ഇതിനു മുൻപ് തന്നെ BJP ശരത് പവാറിന് മുന്നിൽ വെച്ച് നീട്ടിയതുമാണ്. അന്ന് അത്തരത്തിലുള്ള ഒരു ഓഫർ സ്വീകരിക്കുന്നതിന് ശരത് പവാറിന് പരിമിതികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അത്തരത്തിലുള്ള പരിമിതികളൊന്നും തന്നെ അദ്ദേഹത്തിനില്ല. കാരണം INDAയുടെ നെടുന്തൂണായി നിന്നിരുന്ന പല പാർട്ടികളും ഇതിനോടകം തന്നെ പടിയിറങ്ങി പോയിട്ടുണ്ട്. ഇനി ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള DMK അടക്കമുള്ള അല്ലെങ്കിൽ CPM അടക്കമുള്ള ചില ചെറിയ മുന്നണികൾ മാത്രമേ ഈ INDA സഖ്യത്തിൽ ശക്തരെന്ന് പറയാനുള്ളൂ, കോൺഗ്രസ് ഒഴിച്ച്. എന്തായാലും കോൺഗ്രസിന് വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും മഹാരാഷ്ട്രയിൽ ശരത് പവാർ പടിയിറങ്ങുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്. അതിന്റെ കൃത്യമായ സൂചനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. എന്തായാലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ശരത് പവാറിന്റെ NCP കൂടി മുന്നണി വിട്ടു പോരുകയാണെങ്കിൽ INDA എന്ന സഖ്യം തന്നെ ഇല്ലാതാവും. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.